മരക്കാർ ഒരു എൻ്റെ ഒറ്റ അഭിപ്രായം ഞാൻ പറയാം, ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുള്ള, ഒരുപാട് പണം മുടക്കിയിട്ടുള്ള, VFXന് നാഷണൽ അവാർഡ് നേടിയിട്ടുള്ള ഒരു നാടകമാണ് മരക്കാർ. ഒരു ടിപ്പിക്കൽ ക്ലീഷേ ടെംപ്ലേറ്റ് പടമാണെന്ന് അറിയുമെങ്കിലും അതിൽ പോലും ഒരു പുതുമയും കൊണ്ടുവരാത്ത ഒരു സാധാരണ പടം. നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഒറ്റയ്ക്ക് അഭിനയിച്ച പടം. ഒരു പോയിന്റ് ആയപ്പോൾ ഞാൻ മടുത്ത്, ഞാൻ എന്തെങ്കിലും ചെയ്യണേ. ഇത് ലോക മലങ്കൾട്ട് സ്പൂഫായി മാറി. ലാലേട്ടൻ ഏറെക്കാരമല്ല ഈ സിനിമയുടെ OTT ഇറങ്ങി കഴിഞ്ഞാൽ ലാലേട്ടൻ നിൽക്കൂല. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണ്? തോറ്റുപോയി. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നുവെന്ന്. ഒരേ ഒരു രാജാവ്. ഇത്രയും കാലം സത്യം പറയാൻ സന്തോഷം കൊണ്ട് കണ്ണ് നിറയണം എന്ന് പറയാം. അത്രയ്ക്ക് കിള്ളും പടം. ലാലേട്ടൻ എങ്ങനെ ഒരു സിനിമ ചെയ്യണം നമ്മൾ ആഗ്രഹിച്ച ആ ഒരു ഇതാണ്. സൂപ്പർ ഓണോ എന്ന് വെച്ചാൽ സൂപ്പർ ഓണോ, ആർക്ക് വേണമെങ്കിലും എപ്പോ പോയിരുന്നു കാണാം. അമ്മാതിരി പടം ഞാൻ എഴുതി തരാം. ആയിരക്കണക്കിലാണ് ടിക്കറ്റ് വിത്തിരിക്ക് പോരാ. അപ്പൊ ജയിച്ചിട്ടോ പോരാ, ജയിച്ചിട്ടോ. ആവേശം വരിക, കൈയടിക്കാൻ തോന്നാം, കൈയടിച്ചിട്ടുണ്ട്, തോന്നലല്ല കൈയടിച്ചിട്ടുണ്ട്, രോമാഞ്ചം വരിക. ഐ വാസ് ലൈക്ക് പറ്റില്ല, ഇത് ഞാൻ മിസ് ചെയ്യില്ല, ഇതെനിക്ക് ഫസ്റ്റ് ഡേ കാണണം എന്നുള്ള ഒരു വാശി. വാട്ട് ആ മൂവി. നല്ല പടാ. നേര് ഇസ് എ വെൽ റിട്ടൺ കോഡ്റൂം ഡ്രാമ. തൽക്കാലം എടുത്തിയാടി ഒന്നും ചെയ്യണ്ട, നമുക്ക് രക്ഷപ്പെടാൻ മാർഗം വല്ലുണ്ടെന്ന് ആലോചിക്കാം. എക്സലന്റ് ആയിട്ടുണ്ട്, കണ്ണ് നിറഞ്ഞു അവസരം. ഇതിലും പടമാണ്, ഒരു രക്ഷയില്ല. മോഹൻലാലിന്റെ ശക്തമായ തിരിച്ചുവരവാണ്. ഞാൻ ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല സാർ. ഉഗ്രൻ എന്ന് പറഞ്ഞ അത്യുഗ്രൻ എന്റെ പ്രതാപൻ സാറേ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷെ എന്ന് വെച്ചാൽ ഇത്രയും കുറെ കാലമായിട്ട് നമുക്ക് ലാലേട്ടൻ്റെ ഒരുപാട് മോശം പടങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ നേര് പറയാൻ വാക്കുകളില്ല, ഫുൾ കൈയടിയായിരുന്നു. കഴിഞ്ഞ 25 കൊല്ലായിട്ട് അണ്ണൻ ഇവിടെ ഉണ്ട്. ഇനിയുള്ള 25 കൊല്ലവും അണ്ണൻ ഇവിടെ തന്നെ കാണും. നമ്മളും കൂടെ തന്നെ ഉണ്ടാവും.